രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തെക്കുറിച്ചുള്ള സോണിയയുടെ പരാമർശം വിവാദമായി. കടുത്ത അതൃപ്തി അറിയിച്ച് രാഷ്ട്രപതി ഭവൻ. പ്രതിഷേധം ശക്തം. പാർലമെന്റിലെ രാഷ്ട്രപതിയുടെ അഭിസംബോധനയ്ക്കെതിരെ കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി നടത്തിയ പരിഹാസം വിവാദത്തിൽ. പ്രസിഡന്റ് വായിച്ച് ക്ഷീണിച്ചെന്നും കഷ്ടമാണെന്നുമുള്ള പ്രതികരണത്തിൽ കടുത്ത അതൃപ്തി അറിയിച്ച് രാഷ്ട്രപതി ഭവൻ രംഗത്തെത്തി. സോണിയാഗാന്ധിയുടേത് അന്തസ്സിനെ മുറിവേൽപ്പിക്കുന്ന പരാമർശമാണെന്നും അംഗീകരിക്കാനാകില്ലെന്നും രാഷ്ട്രപതി ഭവൻ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. സംഭവത്തിൽ സോണിയാഗാന്ധി മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് ബിജെപി നേതാക്കൾ രംഗത്തെത്തി. സോണിയാഗാന്ധിയുടെ വാക്കുകൾ മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാണെന്ന് പ്രിയങ്ക ഗാന്ധി പ്രതികരിച്ചു. നയപ്രഖ്യാപനം വായിച്ച് പാവം രാഷ്ട്രപതി തളർന്നെന്ന സോണിയയുടെ പരാമർശമാണ് വിവാദമായത്. അഭിസംബോധനയിൽ നിറയെ വ്യാജ വാഗ്ദാനങ്ങളാണ്. വായിച്ചു കഴിഞ്ഞപ്പോഴേക്കും പാവം തളർന്നുപോയെന്നായിരുന്നു സോണിയയുടെ പരാമർശം. രാഷ്ട്രപതിയുടെ പ്രസംഗത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകൻ ചോദിച്ചപ്പോഴാണ് സോണിയാഗാന്ധി ഇങ്ങനെ പറഞ്ഞത്. പ്രസംഗത്തിന്റെ അവസാനത്തോടെ രാഷ്ട്രപതി ക്ഷീണിച്ച് സംസാരിക്കാൻ പറ്റാത്ത നിലയിലേക്കെത്തി. പാവമെന്നായിരുന്നു സോണിയ പറഞ്ഞത്. സോണിയയുടെ പരാമർശത്തെ പ്രധാനമന്ത്രി അപലപിച്ചു. ദരിദ്രരെയും ആദിവാസികളെയും അപമാനിക്കുന്ന പരാമർശമാണെന്ന് നരേന്ദ്രമോദി വിമർശിച്ചു. സോണിയാഗാന്ധി മാപ്പ് പറയണമെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. രാഷ്ട്രപതി ആദിവാസി വനിതയാണ്, അവർ ദുർബലയല്ലെന്നും കിരൺ റിജിജു പറഞ്ഞു. സോണിയാഗാന്ധിയുടെ പ്രസ്താവന വരേണ്യ മനോഭാവത്തിൽ നിന്നാണെന്ന് JP നദ്ദയും വിമർശിച്ചു. സോണിയാഗാന്ധി രാഷ്ട്രപതിയോടും ആദിവാസി സമൂഹത്തോടും മാപ്പ് പറയണമെന്നും നദ്ദ പറഞ്ഞു. അതിനിടെ സോണിയാഗാന്ധി രാഷ്ട്രപതിയെ അപമാനിച്ചിട്ടില്ലെന്ന് പ്രിയങ്ക ഗാന്ധി പ്രതികരിച്ചു. നീണ്ട പ്രസംഗം വായിച്ച ക്ഷീണിതയായെന്ന് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞതല്ല. വാക്കുകൾ മാധ്യമങ്ങൾ വളച്ചൊടിച്ചു. രാഷ്ട്രപതിയോട് ബഹുമാനമേ ഉള്ളൂ എന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു.